വണ്ടി ഇവിടെ അല്ല പാർക്ക് ചെയ്യണ്ടേ, പുറകിലോട്ട് പാർക്ക് ചെയ്യൂ. അച്ഛനെ നെഞ്ചത്ത് മാറ്റ് വണ്ടി. ലോറ ബെസ്റ്റ് വിഷസ്. എന്തിന്? അല്ല അച്ഛൻ 16 വർഷമായില്ലേ, അച്ഛൻ എന്ത് വരുമോ ഇങ്ങോട്ട്? ലോറയ്ക്ക് കണ്ണനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? അല്ല ആരെയാണ് കന്യാസ്ത്രീയാക്കുന്നത്? അച്ഛാ ഇങ്ങനെ പോകുന്നതിന് മുമ്പേ ലോറ മോളെ ഒരാളുടെ കയ്യില് ഏൽപ്പിച്ചു കൊടുത്തിട്ടല്ലേ പോണ്ടത്? ഞാൻ കല്യാണം കഴിക്കൂല അച്ഛാ. ഇതാ വാതില്. ഒരു പ്രാർത്ഥിക്കുക. വണ്ടി ഇവിടെ അല്ല പാർക്ക് ചെയ്യണ്ടേ, പുറകിലോട്ട് പാർക്ക് ചെയ്യൂ. അച്ഛനെ നെഞ്ചത്ത് മാറ്റ് വണ്ടി. ഇഷ്ടപ്പെടുന്നില്ല, മാറ്റ്. അച്ഛനത് അല്ല ഇതിൽ ഏതാണ് അച്ഛൻ? ഇത് രണ്ടച്ഛന്മാരാണ്. കറക്റ്റ് അല്ല. അച്ഛനേതാ? അച്ഛനേതാ? അത് ഒന്ന് പപ്പി ഒന്ന് മമ്മിയാണ്. ഓക്കെ. ഒന്ന് പപ്പയെന്ന് മമ്മ. അപ്പൊ ചെറുതായതാ? ചെറുത് റൈറ്റ് കാണുന്നത്. ഓ ചെറുതായിരുന്നു, അതുകൊണ്ടല്ലേ പെട്ടെന്ന് പോയത്. കണ്ണാപ്പി പ്രാർത്ഥന എല്ലാരും പ്രാർത്ഥിക്കണേ. ഞാൻ മാറ്റാം. ചവിട്ടുന്നവരെ ബഹുമാനക്കുറവാ. ഈ പള്ളിയിലച്ച് വരുന്നേ ഉള്ളൂ. വേണ്ട വേണ്ട, സ്തുതി പാടണ്ട. നല്ലവരിൽ നല്ലവരായ ദൈവങ്ങളെയും മുന്നിൽ സാക്ഷി നിർത്തി ഞാൻ ഈ മരിച്ചു കിടക്കുന്ന ലോറയില്ലേ, ലോറയുടെ അല്ല അത് തന്നെ ആ ക്ലീറ്റസിനും ഇപ്പൊ ലിസ്റ്റ് ഫുള്ള് പറഞ്ഞല്ലോ സിറ്റിയിലുള്ള ആളുകളുടെ. അപ്പം മരിച്ചു കിടക്കുന്ന തന്തയുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ നമ്മള് പുള്ളിക്ക് കേൾക്കത്തില്ല. അപ്പം നല്ലവരിൽ ഈ ബന്ധുമിത്താദികൾ സാക്ഷി നിർത്തി ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ 16-ാം ആണ്ട് കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ പോയതിനു ശേഷം നിങ്ങൾ അപ്പൊ അങ്ങേരെ വീട്ടിൽ വേണ്ട തന്തയുടെ കയറി ആലപ്പോട്ട് സോറി ക്ഷമിക്കണം. അപ്പം നിങ്ങൾ പോയതിനു ശേഷം വളരെ കഷ്ടപ്പെട്ട് തന്തയില്ലാതെ വളർന്ന ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി മുമ്പോട്ട് പോയതിനു ശേഷം കണ്ണ എങ്ങനെ കഷ്ടപ്പെട്ട് സെറ്റാക്കി വെച്ചേക്കുന്ന ഇല്ല കൊളവാക്കല്ലെന്ന് പറയണം. പയ്യന്മാരെ ഒന്ന് കൺട്രോൾ ചെയ്യും. നല്ലവരായ എല്ലാ കുടുംബാധികർക്കും ബോബോയ് തക്കനൊന്ന് വന്നേ, വന്നേ രണ്ടുപേരും വന്നേ. ബോബോയ് പ്രത്യേകിച്ച് ഇറങ്ങിയാ, ബോബോയാണോ ഇറങ്ങിയത്? അമ്മായി തുടങ്ങിയോ പരിപാടി? എടാ അവനെ ഒന്ന് വിളിച്ച് നീ ഇവിടെ നീ അങ്ങോട്ട് വരരുത്, ഇവിടെ തരുന്നോ? വന്നു എന്റെ വണ്ടി ആരും ഇവിടെ കൊണ്ടിട്ടേ? ഞാൻ പറഞ്ഞേ പ്രശ്നമുണ്ട്. എന്താ ഇനി നമ്മള് കുറച്ച് സീരിയസ് ആയിരിക്കും, മനസ്സിലായോ? ഇനി അച്ഛൻ വരുന്ന വരെ അവര് കുറച്ച് എന്തോ സീരിയസ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുക. ഇത് കഴിഞ്ഞവരെ പിടിക്കാം. അച്ഛൻ വന്നിട്ട് അണ്ടി പിടിച്ച് വലിക്കാം. പറയലടാ. ഇല്ല അത് വായി വന്നു പോന്നെ. അച്ഛനെ നമ്മൾ ഒന്നും പറയാൻ പാടില്ല. ഇല്ല അച്ഛനൊന്നും പറയത്തില്ല. അച്ഛനെ പറയുന്നവരെ പറയാം. മുട്ടയുണ്ടല്ലോ. ലോറ ബെസ്റ്റ് വിഷസ്. എന്തിന്? അല്ല അച്ഛൻ 16 വർഷമായില്ലേ,
അയ്യോ അച്ഛൻ ട്രിപ്പ് പോയതല്ല. അല്ല കണ്ടോളൻസ് കണ്ടോലൻസസ് കണ്ടോണേഷനോ നീ ക്ലാസ് കോയിൻസിഡൻസ് അല്ല കണ്ടോളൻസ് ആദരാഞ്ജലികൾ ഓക്കെ ഓക്കെ പള്ളിയിലച്ഛനെ വിളിച്ചിട്ട് വരും. അങ്ങളെ അച്ഛൻ വന്നു. ഇത് അച്ഛനെന്ന് പറഞ്ഞിട്ട് ഇത് അമ്മയാണല്ലോ വന്നത്. അച്ഛനുണ്ടല്ലോ ഉണ്ട് രണ്ടുപേരുണ്ട്. ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ 60ാമത്തെ വയസ്സിലും സത്യം പറഞ്ഞാലും നിങ്ങൾക്ക് എന്താണെന്നറിയാം. കഴപ്പ് എനിക്ക് പൂമാറ്റ് അത്രക്ക് സത്യങ്ങള് നിങ്ങൾ മറ്റ് പറ. അച്ഛന്റെ കൂടെ സിസ്റ്റർ ഞാൻ ബൊബോയിനോട് പോയി പറയുവേ നിങ്ങളുടെ കാര്യങ്ങള്. ഈ ചടങ്ങൊന്നും കഴിഞ്ഞോട്ടെ. സിസ്റ്ററും ഉണ്ടല്ലോ. അച്ഛന്റെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങളെ. ബൊബോയ് ഞാൻ ഡീൽ ചെയ്യാം. ഈ പൂക്കൾ എങ്ങനെയുണ്ട്? ലോറ എന്ന് വരുമോ? ബൊബോയ് ഞാൻ കാര്യം പറയട്ടെ. ആ കിളവൻ മുട്ട ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നെ. ഇവന്മാർ ഇത്ര കൺട്രോൾ ചെയ്താ പോരെ? ഓക്കെ അല്ലേ ഇപ്പം? കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എന്തോ കൺട്രോൾ ചെയ്യും? മറ നാവാണോ കൺട്രോൾ ചെയ്യുന്നത്? വഴക്കുണ്ടാക്കല്ലേ കണ്ണാപ്പി. വഴക്കൊന്നും ഉണ്ടാവത്തില്ല, നാവല്ലേ കൺട്രോൾ ചെയ്യണ്ടേ? അപ്പൊ ഒരു വഴക്കുണ്ടാക്കുന്നു. കണ്ടോ? ആ ഇല്ല അത് അവര് ഫ്രണ്ട്സ് പേടിയാ. അത് ഞാൻ ഏറ്റു. ഒരു വഴക്കം ഉണ്ടാവത്തില്ല, അത് ഞാൻ ഏറ്റു. അല്ല അമ്മയുടെ നാക്ക് കൺട്രോൾ ചെയ്യണം. ഭംഗിയായിട്ട് കറന്ന് നടക്കണം. പിന്നെ നാക്ക് കൺട്രോൾ ചെയ്താ പോരെ? നാക്ക് ഉറപ്പ് കുഴപ്പമില്ല. കൺട്രോളായി. ധൈര്യമായിട്ട് ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഞങ്ങക്ക് വീട്ടില് ഒരു ലോറയുടെ അച്ഛൻ നമ്മുടെ അങ്കിളായിരുന്നല്ലേ? എനിക്ക് എന്തിനു വേണം? അവൻ തലയിലും റീത്ത് വെച്ചേക്കുന്ന ഇവനൊരു നാക്കിന് കണ്ടു ഇടുങ്ങാമണി റീത്ത്. ലോറയുടെ അച്ഛൻ നമ്മുടെ എടാ നിന്നോട് മിണ്ടാണ്ടിരിക്കാനല്ലേ പറഞ്ഞേ. നാക്കിന് കൺട്രോൾ. ഇനി നമ്മുടെ നാക്കിന് കൺട്രോൾ. സീരിയസ്. ഓക്കെ ഓക്കെ ആ അങ്കിളല്ലേ ഈ അങ്കിൾ? പിന്നെ നമുക്ക് ചെറുപ്പത്തില് 5 സ്റ്റാർ കൊണ്ട് തരുന്ന അങ്കിൾ. ഇങ്ങോട്ട് എടാ റിലീജിയസ് ടോക്ക് വരല്ലേ? പിന്നെ എന്നെ കൊണ്ടുപോകട്ടെ. ഫേസ് ക്യാമിന്റെ പിന്നെയൊന്നും കേട്ടില്ല. റിലീജിയസ് ടോക്ക് വരല്ലേ? റിലീജിയസ് ടോക്ക് ഇല്ല ഒരു ഊമ്പിത്തരോ ഞാൻ പറയത്തില്ല. ഓക്കെ വന്നേ. എന്താ പൂവും വെച്ച് വന്നേക്കുന്ന ആ ഇതാടാ അത് നമ്മള് കൊള. ഇല്ലടാ ഞാൻ അല്ല അതാ ഞാൻ പറയത്തില്ല. ഞാൻ അത് ഇങ്ങനെ വരണല്ലോ. ശരിയാണ്. ഞാൻ അങ്ങനെ അല്ലല്ലേ. ഈ കൈ പിടിച്ചേക്കുന്ന പൂവിന്റെ പേരെന്താ ലോറ? ചവന്നാറിപ്പൂ. ഇത് റോസാപ്പൂ ആട്ടോ. റോസ്. ഇതെന്തടിച്ചാ കിട്ടുമെന്ന് ചോദിച്ചത്. അത് എനിക്കറിയാം റോസാപ്പൂ വന്ന്. ബുക്ക് പിടിച്ചേക്കാണ്ട് എന്തെങ്കിലുമൊക്കെ വായിക്കേ. ബോബോ ഇച്ചിരി പുറകോട്ട് നിൽക്കോ? ബൊബോ എന്റെ അടുത്ത് വന്ന് നിക്ക്. അതെ ഒരാള് പോയിട്ടുണ്ട്. ലോറ മുന്നോട്ട് നിന്നോട്ടെ. ലോറയുടെ ഫാദർ അല്ലേ? ആ ഇവിടെ നിക്ക്. ബ്രൂസ് വൈറ്റാ. ബ്രൂസ് വൈറ്റ് ആരാ? ബൊബോയ്. ബ്ലഡ് സ്കാൻ. അച്ഛൻ കണ്ടില്ല എന്ന് പറഞ്ഞു വിഷമിക്കണ്ട. വായില് റോസാപ്പൂ. അത് ഇപ്പോഴത്തെ ഫാഷൻ ഇല്ലേ ലോറ? ഇതൊക്കെ കൈപ്പിടിയടോ. ഇതിപ്പോ കൈ പിടിച്ചാലും വായി വെച്ചാലും പണ്ട് ചാറ്റിനെ പ്രപ്പോസ് ചെയ്യാനാ റോസ് അവസാനായിട്ട് വായില് വെച്ചേ. കണ്ണനും ലോറ എന്താ ചേർച്ച അല്ലേ ബൊബോയ്? അതെ എന്താ ചോർച്ച പാത്തു. ഇത്? പാത്തു എന്റെ അച്ഛന്റെ ഓർമ്മ ദിവസം നീ ഇങ്ങനെ അനാവശ്യം ഒന്നും പറയില്ലേ? അനാവശ്യോ? ഇത് കള്ള സിസ്റ്ററെ. കള്ള സിസ്റ്റർ ഇത്ര ബുക്ക് ചുമ്മാ ഇവിടെ വന്ന് പിടിച്ചിട്ട് ഇതാ പോണ്. ഇതെന്താ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു. പ്രിയ ചെയ്തില്ല. വായിച്ചടാ. The name of God, the name of Lord Presence Algebra. മുന്നോട്ട് വാ. എന്താ ബ്രൂസ് വെയിന്റെ പുസ്തകത്തിൽ നിന്നാണോ ബൈബിൾ വായിക്കുന്നത്? അപ്പൊ നേരത്തെ നേരം അമ്മയാ. സിസ്റ്റർ എന്താണ് അല്ല മിസ്റ്റർ ഇങ്ങനെ? അല്ല അച്ഛൻ വരുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരെയും പറഞ്ഞിട്ടില്ല. അച്ഛന്റെ വൈഫോ? ഈശോ വിചാരിക്ക് തൂക്കിക്കട്ടെ അച്ഛോ. അച്ഛന് വരുമ്പോ ബീജിയം ബാക്കി കൂടെ ഇട്. ബോബോയ് റെസ്പെക്ട്. അച്ഛനെന്ത് വരുമോ ഇങ്ങോട്ട്? അച്ഛാ
അച്ഛനുണ്ട്. പോയി വെച്ചാ അച്ഛന്റെ പേരെന്താ? പറ സഹോദര. പ്രോഗ്രാം കണ്ടപ്പോഴേ അച്ഛന്റെ പേര് ഡൊമിനിക്. അച്ഛ ഇത് കഴിഞ്ഞിട്ടേ ഈ ചടങ്ങ് കഴിഞ്ഞിട്ടേ അച്ഛനൊരു ചോദ്യം ചോദിക്കണേ. എന്താണ്? ലോറയ്ക്ക് കണ്ണനെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടോന്നെ? ഇതിട്ട് ഞാൻ മാറ്റിക്കോളാം. അത് ഞാൻ അപ്പഴേ മാറ്റിക്കോളാം. എനിക്ക് താല്പര്യം ചോദിക്കണേ. വലിയ പൂവാണല്ലോടാ. പിന്നെ അച്ഛന്റെ നെഞ്ചത്ത് വെക്കാനുള്ളതല്ലേ ഇത് കഴിഞ്ഞ്? അച്ഛനെ നെഞ്ചത്തോ? അല്ല ഈ അച്ഛന്റെ അല്ല, കിടക്കുന്ന അച്ഛന്റെ. ഫാദർ ഡൊമിനിക് കേൾക്കുന്നുണ്ടോ? ലോറ മുന്നോട്ട് വരേണ്ടതാണ്. അച്ഛന്റെ അട്ടു ഊരുന്നു. അല്ലല്ല, അത് കുഴിമാടം പൊക്കുമായിരിക്കും. ലോറയുടെ അച്ഛനും അമ്മയും മരിച്ചിട്ട് 16 വർഷമായില്ലേ? അതെങ്ങനെ അച്ഛനെ അറിയാം കറക്റ്റ്? മരിച്ചേ വല്ലതും പറയുന്നുണ്ടോ? അച്ഛൻ പോയോ? സത്യ അച്ഛൻ കത്തിയാലും കുഴപ്പമില്ല. സ്റ്റെപ്പിന് അച്ഛനുണ്ട്. സത്യത്തെ പ്രശ്നമില്ല. ഫാദർ തങ്കൻ വരൂ. ഫാദർ തങ്കൻ ഭൂഫാദർ. Praise the Lord. ഫാദർ പോയോ? ചുമ്മാ തങ്ക അച്ഛൻ വരും. എന്താ ഇത്? അച്ഛ അഡ്രസ് നോക്കുമല്ലേ നിങ്ങൾ ഇങ്ങനെ മതി. അത് കറക്റ്റ് അറിഞ്ഞൂടെ ലോറയുടെ ഇല്ല അഡ്രസ്? അതല്ലേ പ്രശ്നം. ആ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ലോറ? അച്ഛൻ പറ്റും. എന്നാ ലോറ രണ്ടുപേരും ഒരുമിച്ചാണാ മരിച്ചേ? ആ കാർ ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ സ്റ്റെപ്പാ? മരിച്ചേ. സ്റ്റെപ്പില്ലായിരുന്നു. അങ്ങനെയല്ല, സ്റ്റെപ്പ് മോം ഇല്ല. എന്റെ അമ്മയുടെ ആദ്യത്തെ ഭർത്താവിന്റെ മക്കളാണ് സാക് മാർട്ടിനും സീതാ മഹാലക്ഷ്മിയും. ഒരു സ്ഥലമില്ലേ സാൻ മാർട്ടിൻ? മിണ്ടല്ലേ എല്ലാരും സൈലന്റ്. ഇതെന്താടാ പള്ളിയിലോട്ട് തീർത്ഥാടന പോണ? അച്ഛ ഇത് പെരുന്നാളല്ല. ഇത് പെരുന്നാളിന്റെ പാട്ടാണ് മാറിപ്പോയി. അച്ഛ പെരുന്നാളല്ല ഇപ്പൊ നമ്മള് കൂടാ വന്നേ. അച്ഛൻ കാസറ്റ് എടുക്കാൻ മറന്നുപോയതാട്ടോ. വീട്ടാക്ക് അച്ഛൻ പ്രാർത്ഥിക്കോ. എന്റെ സ്വന്തം അച്ഛനെ പോലെ ഞാൻ ഇത്ര അച്ഛനെ വിളിച്ചിട്ടില്ല. ഇനി ഞാൻ വിളിക്കൂലേ? അതിനുണ്ടോ അച്ഛൻ വിളിക്കാൻ? ഓയേ വേണ്ട. നമ്മുടെ അച്ഛന്റെ നമ്മുടെ ഇല്ല അടിച്ചു പോയെന്നാണ് അറിയാൻ കിട്ടിയത്. അച്ഛൻ സ്റ്റെപ്പിന് അച്ഛൻ ഫ്രണ്ടിലോട്ട് വരട്ടെ. അച്ഛൻ പോരട്ടെ. ഫാദർ തങ്കൻ ഫോട്ടോ കയറിക്കോ. പ്ലീസ് കം ഫോർവേഡ്. ഇപ്പൊ വന്ന സിസ്റ്റർ ഫ്രീ കയറിയുന്ന പ്രാർത്ഥിച്ചോ. അച്ഛൻ നോക്കി സംസാരിക്കണേ. അച്ഛൻ നോക്കി സംസാരിക്കില്ലേ? കൊണ്ടുവന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എല്ലാവരും നാമത്തിൽ. ആമേൻ. ഇവിടുത്തെ ഇവരുടെ അച്ഛന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാമോ? താരയോ ലാറ? ആരെയോ? ലോറ. അച്ഛന്റെ പേര് ഡേവിഡ് ഹോഫ്, അമ്മ റോസ്. ഡേവിഡ് ഹോഫ് ക്രോസ്. The name of David Hoff, son of Son of the ഹല്ലേലൂയ. Praise the Lord. ആമേൻ. 16 വർഷമല്ലേ? 16 വർഷം. പക്ഷെ ബുക്കില് 16 വർഷം നല്ലല്ലോ എഴുതിയേക്കുന്നത്. ഇതിൽ എഴുതിയേക്കുന്നത് ഈ ഇടയ്ക്ക് ബുക്ക് വരെ വായിച്ചു എടുത്തത്. അതാ ബുക്കല്ല. ഓ വേറെ ആയിരിക്കും. അപ്പം ഒരു പ്രശ്നം ഉണ്ടല്ലോ. മരിച്ചിട്ടില്ലേ? അച്ഛൻ ജീവനുണ്ടോ? ഒരു ഹോമം നടത്തണം. പള്ളിയിൽ അച്ഛൻ ഹോമം നടത്തുന്നു. എനിക്ക് ആ സീൻ ഓർക്കാനേ വയ്യ. ഹോമം നടത്തണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ നിങ്ങളുടെ അച്ഛൻ ഇതുവരെ മരിച്ചിട്ടില്ല. ഏതോ ഒരു അന്ധകാരത്തില് കിടപ്പുണ്ട്. എനിക്ക് മെയിൻ അച്ഛൻ വന്നല്ലേ? കേൾക്കുന്നു. അത് കട്ടിലൂടെ ഞാൻ കാത്തിരിക്കുന്ന ഒരുത്തൻ കസേരയായിട്ട് ഇരിപ്പുണ്ടല്ലോ. അച്ഛനില്ലാത്ത ആരെവിടെ അച്ഛനായി വന്നേ? ഞാനൊരു തന്തയില്ലാത്തവനായി പോയി സഹോദരൻ. സൂര്യ ഇല്ലാത്തടത്ത് അച്ഛോ അച്ഛാ തുടങ്ങിക്കോ. അച്ഛൻ തുടങ്ങിക്കോ. ലോറയുടെ അച്ഛന്റെ അമ്മയുടെ മരണത്തിന് ശേഷം
ഇത് ഒരു വട്ടം ഞാൻ കേട്ട്. ഇത് ഒരു വട്ടം 16 വർഷം കഴിഞ്ഞിട്ട് ഇതും ഒരു വട്ടം കേട്ട്. തിരിച്ചുവരവാണോ? കംബാക്ക്? മോഹൻലാൽ ഇതിലും വേഗത്തിൽ കയറി വരുമല്ലോ വെള്ളത്തിൽ. 16 വർഷത്തിൽ ഇല്ല, ഒട്ടും late അല്ല. ഇല്ല അത് നിന്ന് ഇനിയിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ഡയലോഗുള്ളു. ജനശതാബ്ദിയിലെ പാസ്. പറയട്ടെ, സമയം കൂടെ. അച്ഛാ അവിടെ BSNL ആണോ അച്ഛാ സിം ഇപ്പോഴും ഡെലിവർ ആവുന്നില്ല എനിക്ക് വരെ? പോയി അപ്പൊ സ്റ്റെപ്പിനേച്ച് കേറിക്കോ, സ്റ്റെപ്പിനേച്ച് കേറിക്കോ. വരുന്നുണ്ട്. തങ്കം കേറിക്കോ. 16 വർഷം എന്താ കേട്ടില്ല? 16 വർഷം മുമ്പ് മൺമറഞ്ഞു പോയ ലാറയുടെ കേൾക്കുന്നില്ലേ? 16 വർഷം മുമ്പ് മൺമറഞ്ഞു പോയ ലാറയുടെ പിതാവിനും പുത്രനും ആമേൻ. വായിക്കൂ സുധി. എല്ലാരും ആമസ്തുതി പറയണം കേട്ടോ. എല്ലാരും ഒന്ന് വായടക്കണേ. എല്ലാരും മിണ്ടണേ. ഇനി ആരും ഒന്നും പറയല്ലേ? ആമേനും പോലും പറയണ്ട. എല്ലാരും മിണ്ടായിരുന്നോ? സൈലന്റ്. അച്ഛൻ ആമേൻ. ആമേൻ. മീൻ മേം. മീൻ. ആ അച്ഛ സംസാരിക്കട്ടെ. എല്ലാരും മിണ്ടണേ. അച്ഛൻ മാത്രം സംസാരിച്ചാൽ മതി. ആ ഓക്കെ. ഇപ്പൊ ഞാനാണോ അച്ഛൻ? അത് ഇല്ല, തങ്കനാണ് അച്ഛൻ. ശങ്കരാണ് അച്ഛൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു അല്ല സോറി അതുകൊണ്ടല്ല അച്ഛൻ സംസാരിക്കേ. ആ അപ്പം 16 വർഷം മുമ്പ് മരിച്ചുപോയ ലാറയുടെ എന്ത് എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാണോ? ലൂപ്പാണല്ലോ. അച്ഛാ കാസറ്റ് വായിച്ച ഇതെന്താ ഇത്? കണ്ണാ എല്ലാരും മിണ്ടായിരുന്നേ. പോയി സർവത്ത് മിണ്ടായിരുന്നേ. അച്ഛൻ തുടങ്ങിക്കോ. ആരും മിണ്ടല്ലോ അച്ഛനും. ആ SRK ഉണ്ടാണ്ടിരുന്ന അച്ഛൻ എങ്ങനെ മിണ്ടും? അച്ഛൻ മിണ്ടട്ടെ, SRK മിണ്ടട്ടെ, ബാക്കി ആരും മിണ്ടരുത്. മൺമറഞ്ഞു പോയ എല്ലാ കാരണവന്മാരെയും മുൻനിർത്തി നമുക്ക് ഇരു കൈകളും കൂപ്പി ഇവരുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എല്ലാവരും പുഷ്പാഞ്ജലികളായിട്ട് ഇവർക്ക് നേരെ പൂക്കൾ വാരി വിതറിക്കൊണ്ട് ബാഷ്പാഞ്ജലികൾ നേരുക. പുഷ്പാഞ്ജലി ഇതെന്താ അമ്പലത്തിലാ? പുഷ്പാഞ്ജലി ഇല്ല, പുഷ്പമുള്ളവരെല്ലാരും കൊണ്ട് അതിലെ കൊണ്ട് വെച്ചോ. ആ ലെഫ്റ്റ് നിൽക്കുന്ന ഇടത്തെ സൈഡിൽ നിൽക്കുന്ന ആള് പുഷ്പമുള്ള ആള് വെച്ചോ. ലോറ വെച്ചു. ഇതിന് പുറമെ മക്കളെന്ന് പറയുന്ന നിങ്ങക്ക് മനസ്സിലായില്ലേ? എടുത്തു പറയുന്നു. മക്കളെന്ന് പറയുന്ന മറ്റേ ബുക്ക്. അപ്പം മക്കളെന്ന് പറയുന്ന 3 പേര് ഇടവകയിൽ വന്ന് കുമ്പസരിക്കേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാ പിതൃക്കൾക്ക് എന്തോ ഒരു ഭംഗം സംഭവിച്ചിട്ടുണ്ട് ഇതിനോടകം വെച്ച്. ഈ 16 വർഷത്തിനിടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും കർമ്മം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുടങ്ങിയിട്ടുണ്ടോ ലാറ? അങ്ങനെ വെച്ചാ പറയൂ. അറബി അച്ഛനാണോ? അച്ഛൻ അറബിയില് സോറി. എന്റെ അച്ഛനൊരു വാഗ്ദാനം ഇടവകയില് എനിക്ക് അച്ഛന് കൊടുത്തിരുന്നു. അത് ഇതുവരെ നിറവേറ്റിയിട്ടില്ല. അതെന്തായിരുന്നു ആ വാഗ്ദാനം? അച്ഛന്റെ ഇളയ മോളെ കന്യാസ്ത്രീ വിടാന്നായിരുന്നു ആ വാഗ്ദാനം. പക്ഷെ എന്തുകൊണ്ട് ചെയ്തില്ല? അത് അച്ഛന്റെ പോക്കെങ്ങോട്ടാന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന്റെ ശാപം എന്തോ ഒരു ഇതായിട്ട് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? അവളുടനെ കന്യാസ്ത്രീ ആക്കാൻ ഞങ്ങൾ പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. അല്ല, ആരെയാണ് കന്യാസ്ത്രീ ആക്കുന്നത്? ഇളയ മോള്, അതായത് ലോറ. അല്ല, അത് എന്റെ അച്ഛൻ അത് തടസ്സമില്ലേ? ഇളയ മോളല്ലേ ആവണ്ടേ? മൂത്ത മോളല്ലേ ആവണ്ടേ? അല്ല പറയുന്നത് കേൾക്കും, ശ്രദ്ധിക്കും. മുറപ്രകാരം അത് ചെയ്യേണ്ടത് മൂത്ത പുത്രിയാണ്. മൂത്ത പുത്രിയുടെ കല്യാണം കഴിഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ആരാണോ കന്യകയായിട്ട് നിൽക്കുന്നത് അവർക്കാണ് അടുത്ത സ്ഥാനം. അപ്പം ലോറയ്ക്ക് ഇതിനു മുമ്പ് ഒരു ചേട്ടൻ ഒന്നും ഇല്ലായിരുന്നോ? ചേട്ടനോ? ഇത് നല്ലതാണ്. ആസ്മി, പെണ്ണില്ലാത്ത സ്ഥിതിക്ക് ചെറുക്കൻ അച്ഛനാക്കിയാ മതിയോ? അങ്ങനെ പറ്റുമല്ല. അല്ല, ഇവിടെ അച്ഛൻ പറഞ്ഞേക്കുന്നത് ലോറേനെ തന്നെ കന്യാസ്ത്രീ ആക്കണോന്നാണ്. ഇതിപ്പോ അന്നയുടെ അച്ഛനാണോ അതോ ലോറയുടെ അച്ഛനാണോ? എന്റെ അച്ഛൻ. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞേക്കുന്നത് അന്ന പറഞ്ഞത് അങ്ങനെയല്ല. അച്ഛൻ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ. ഇവളുടെ അച്ഛൻ, മനസ്സിലായോ? എനിക്ക് തോന്നുന്നു അച്ഛോ കല്യാണമാണ് പരിഹാരം തോന്നുന്നല്ലേ അച്ഛന്റെ.
ഇതിനൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാ ഇനിയിപ്പം ലോറക്ക് എത്ര വയസ്സായി? 22. 20 വയസ്സിന് മുമ്പ് കന്യകാർത്ഥം വെടിയുന്നതിന് മുമ്പ് 20 വയസ്സാണ് പ്രായം വന്നേക്കുന്നത് നമ്മളുടെ ആ ഒരു സ്തുതിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തായാലും നടക്കത്തില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഒന്നുകിൽ ലോറയുടെ പുത്രിക്ക് അതിനു വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, അതല്ലെന്നുണ്ടെങ്കിൽ 20 വയസ്സിന് താഴെ നിൽക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ആരാണോ ഇവരുമായിട്ട് ബന്ധമുള്ള അച്ഛനും അമ്മയുമായിട്ട് രക്തബന്ധത്തിലുള്ള ആരാണോ അവർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ലോറയുടെ കുട്ടിക്ക്, അതും പെൺകുട്ടിക്ക് മാത്രമേ ഇത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. പെൺകുട്ടിക്കല്ലേ കന്യാസ്ത്രീ ആവാൻ പറ്റൂല, ആൺകുട്ടിക്ക് കന്യാസ്ത്രീ ആവാം. അല്ല, അച്ഛന് പറ്റൂ, അച്ഛൻ പട്ടത്തിന് പഠിക്കാമല്ലോ. ഇത് അല്ലേ ഞാൻ ചോദിച്ചേ, അപ്പൊ പറ്റൂലെന്നല്ലേ പറഞ്ഞേ? ഏറ്റവും ഇഷ്ടമുള്ളത് ലാറയോടായതുകൊണ്ട് തന്നെയും ലാറയുടെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി ആ ഒരു നിമിത്തം മുഖേന അതാണ് വരുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കണിയാനെയും കൂടെ പിടിച്ചിട്ട് നമുക്കൊരു കബഡി നടത്താം. ഇല്ല, അത് പ്രശ്നമില്ല. കാര്യം അത് റിയാക്ഷൻ ഉണ്ടല്ലേ, അത് അച്ഛൻ പോയ ദിവസമല്ലേ, അച്ഛൻ പോയ ദിവസമല്ലേ അപ്പൊ ബിപി വരാൻ. കുറച്ച് വെള്ളം എടുത്ത് മുഖത്ത് തെളിച്ച് നന്നായിരിക്കും. അപ്പം ബന്ധുമിത്രാദികൾ കേൾക്കുന്നതിന് പറയുക, ഇനി ഒരു അതിനിടയ്ക്ക് ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഇതിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്തെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഉടനടി ഒന്നെങ്കിൽ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കണം, അല്ലാത്ത പക്ഷം ഉടനടി ഒരു കൊച്ചുണ്ടായാലും 18 വയസ്സ് ആവണ്ടേ അച്ഛോ? അതല്ല പറഞ്ഞ 20 വയസ്സിന് താഴെയുള്ള രക്തബന്ധത്തിലുള്ള ആരൊക്കെയും അല്ലാത്ത അല്ലെങ്കിൽ ലോറ കല്യാണം കഴിച്ച് ലോറയുടെ കുട്ടിക്ക് ഇനി പറ്റത്തുള്ളൂ. അതെ, അതാണ് അതിന്റെ പൊരുൾ. പക്ഷെ ഒരു കാര്യമുള്ളൂ അതില്, ഇതെന്തേലൊക്കെ പ്രശ്നമാവും അളിയാ. എന്ത് പ്രശ്നം അളിയാ? അളിയാ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എവിടെ? മേള? എന്ത് പ്രശ്നമായി? എടാ ഹലോ ഇക്രു എന്ത് പ്രശ്നമാടാ? ഹലോ ഹലോ എന്ത് പറ്റിയടാ? പ്രശ്നമായാ? അച്ഛൻ വന്നടാ. ശരിക്കുള്ള അച്ഛൻ വന്ന് എന്ത് തങ്കം ബാക്കിലോട്ടോ തങ്ക ഇനി മാ തുറന്നേക്കരുത്. ഇനി നമ്മളെ കൊടുത്ത് ആരും മാ തുറന്നേക്കരുത്. ആ വാ അച്ഛന്റെ മോളെ ഇനി നമുക്ക് കന്യാസ്ത്രീ ആക്കാൻ പറ്റൂല. എന്ത് പറ്റി? വെള്ളം ഒഴിക്കുന്നിടത്ത് പനിനീര് തെളിക്കുന്നു. ലോറയുടെ അച്ഛന്റെ ശരീരം ശബ്ദം കേൾക്കാം. നീ കേൾക്കുന്നുണ്ടോ? ലോറ എണീക്ക്. ഹലോ അച്ഛൻ വന്നു. കണ്ണിൽ പനിനീര് വീഴുന്നു. വെല്ലിച്ചത് ലോറ ബോധം കിട്ടി. മക്കളെ ലോറെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം തോന്നുന്നു. ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലാതെ നടക്കത്തില്ല. അച്ഛൻ വന്ന സ്ഥിതിക്ക് ലോറ എണീക്ക്. കൊണ്ടുപോവല്ലേ? അച്ഛന് പ്രത്യക്ഷപ്പെടാൻ പറ്റുമോ? ലോറയുടെ അച്ഛനല്ലേ? അച്ഛൻ എങ്ങനെയാ വരുന്നത്? അച്ഛൻ അസ്ഥിക്കൂടം ആയിരിക്കത്തില്ലടാ. അച്ഛൻ അസ്ഥിക്കൂടം എല്ലും തോലുമായിട്ട് വന്നു നിന്ന ഒരു മോൾ എങ്ങനെ കാണാനാ? ഇതൊക്കെ അച്ഛൻ ടിക്കറ്റിലേക്ക് പോയല്ലേ? അച്ഛൻ പറയാ അടിച്ചതിന്റെ പല്ലി എന്തിരിക്കും. അവള് ഇമോഷണൽ ആവട്ടെ. നമ്മള് എന്തായിരുന്നു എന്നുള്ളതല്ല. ഇന്ന് നിന്നെ നോക്കാൻ ഞാനില്ല. നിനക്കൊരു കുടുംബം വേണം. കുടുംബം ഉണ്ടച്ച. അച്ഛൻ തന്ന 3 ആൺമക്കളും ഒരു പെണ്ണും, ഹന്നയും സേവിയറും.
ഞാൻ ഒരു കാര്യം പറഞ്ഞു. എല്ലാരും ഉണ്ട് അച്ഛ എന്നെ നോക്കാൻ. ലോറ അച്ഛൻ പേടിക്കണ്ട അച്ഛാ. ലോറ അങ്ങനല്ല ലോറ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ലോറയുടെ അടുത്ത്. ലോറാന്നാണ് വിളിച്ചോണ്ടിരുന്നേ. എന്റെ പേര് വിളിക്കച്ചോ. കത്തിയുടെ ബീജ് വെക്ക്. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇരുന്നോ സീനില്ല ഇരുന്നോ. എനിക്ക് ചെല്ല പേര് കഥയും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല മോളെ. അച്ഛൻ പറയണ മോളൊന്ന് മനസ്സിലാക്കി. ഈ ലോകത്ത് ആരും 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 ഇല്ല എന്ന് പറഞ്ഞു പോണത്. ലോറ ഓക്കെ ആയോ? ഈ നാട്ടിൽ ആരും ലോറയുടെ ആരും ഫാദറിന്റെ ഇല്ലാന്ന് 16th ആയിട്ട് എത്താൻ പറഞ്ഞു പറ്റും. പോകുന്നത് വലിയ കഷ്ടമാണ്. ഡെഡ് ബോഡി ഞങ്ങൾ പൊക്കാറില്ല. അച്ഛ ഇങ്ങനെ പോകുന്നതിന് മുമ്പേ ലോറമോളെ ഒരാളുടെ കയ്യില് ഏൽപ്പിച്ചു കൊടുത്തിട്ടല്ലേ പോണ്ടത്. കുച്ചിന്റെ ബോഡി ഞങ്ങൾ പൊക്കാറില്ല. മോളിലെ ഞാൻ കല്യാണം കഴിക്കില്ല അച്ഛാ. ലോറ എന്റെ ആത്മാവിന് ശാന്തി വേണമെങ്കിൽ ഡോക്ടർ ഇവിടെ നിക്കണം കേട്ടോ. ലോറയ്ക്ക് എന്തെങ്കിലും പറ്റിയ പെട്ടെന്ന് മെഡിക്കൽ. കല്യാണത്തിന് ഒരു വറ്റ് ചോറ് എനിക്കായിട്ട് നേദിച്ചു വെക്കണത് കഴിച്ചിട്ട് വേണം. ഞാൻ 1000 പൊതിച്ചോറ് വാങ്ങി തരും അച്ഛാ. അത് പറഞ്ഞിട്ട് നിന്റെ കല്യാണ ചോറ് പോലെ ആകുമോ മോറെ പൊതിച്ചോറ്? അന്നയുടെ കല്യാണത്തിന്റെ ചോറുണ്ട് അച്ഛാ. തരട്ടെ ശരി. എന്റെ മോളുടെ കല്യാണ ചോറ് പോലെയാണോ വല്ലവന്റെയും മോളുടെ കല്യാണ ചോറ്? അച്ഛാ എന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നില്ല അച്ഛാ ഞാൻ കന്യാസ്ത്രീയെ കാണണോന്ന്. ഇത് ഞാൻ സാധിക്കട്ടെ അച്ഛാ. എന്റെ അമ്മ അച്ഛന്റെ ആഗ്രഹമല്ലല്ലോ അച്ഛാ. എന്നെയാണോ EMS നാണോ? എനിക്ക് വിളി വരുന്നുണ്ട്, ഞാൻ പോട്ടെ. എന്റെ അഭിപ്രായത്തിൽ അച്ഛന് അമ്മേനായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അച്ഛൻ അമ്മയോട് ചോദിച്ചിട്ട് എന്താണ് അമ്മയ്ക്ക് ഇപ്പോഴും അതാണോ ആഗ്രഹം അതോ മോള് കെട്ടിക്കാണോന്നാണോ ആഗ്രഹം ഒന്ന് ചോദിച്ചേ. അച്ഛൻ പോയി. അച്ഛന്റെ സമയം ഞാൻ ഒരിടവും പോയില്ല. അച്ഛൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താ ചോദിച്ചേ. എന്റെ മോളെ വിളിച്ചിട്ട് കല്ലറ നമുക്ക് റൈഡ് പോയാലോ? ഇവിടെ ഒരു നിങ്ങളല്ലേ റിയൽ അച്ഛനല്ലോ. അച്ഛൻ മതില്ലേ പറയാന്ന് വിളിച്ചിരിക്കുന്ന. ഹലോ കേക്കുന്ന? ആ കേക്കാം കേക്കാം കേക്കാം. ഹലോ ഹലോ. ബൊബോയ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ പിന്നെ നോക്കണ്ടേ? എനിക്ക് ക്വാളിറ്റി ടൈം കിട്ടുന്നില്ലല്ലോ.